നമ്മൾ കാനഡയിൽ ആളുകൾ വീടിന്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പൊതുവെ കേൾക്കുന്ന ഒരു ടൈമാണ് ഈ പ്രീ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രീ കൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ബിൽഡറിൽ നിന്ന് ഇപ്പോൾ ഒരു 1 to 3 or 4 ഇയേഴ്സിൽ അവർ പണിയുന്ന വീടുകൾ നമുക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്ത് മേടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലേഔട്ടും ഫ്ലോർ പ്ലാനും ഒക്കെ കണ്ട് നമുക്ക് അതിൻ്റെ ബ്രോഷേഴ്സിൽ അവർ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും എങ്ങനെയാണ് ഈ ഒരു വീട് ഫൈനലായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഉള്ളതെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഇപ്പോഴേ ഒരു സർട്ടൻ എമൗണ്ട് കൊടുത്ത് ബുക്ക് ചെയ്ത് നമുക്ക് പ്രീ കൺസ്ട്രക്ഷൻ ബുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സംഭവമാണ് ഈ ഒരു പ്രീ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഇതൊക്കെ പ്രധാന കാര്യങ്ങളാണ് ഈ ഒരു പ്രീ കൺസ്ട്രക്ഷൻ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കുന്നത് നമ്മൾ സ്റ്റേജസ് ആയിട്ടാണ്. അത് കൺസ്ട്രക്ഷൻ്റെ പ്രോഗ്രസ് അനുസരിച്ചിട്ട് ഓരോ സ്റ്റേജിലാണ് കൊടുക്കുന്നത്. അപ്പ് ഫ്രണ്ട് ആയിട്ട് ഫുൾ എമൗണ്ട് വീടിൻ്റെ കൊടുത്ത് നമ്മൾ മേടിക്കുകയല്ല ചെയ്യുന്നത്. അതുപോലെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 1 to 3 or 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ക്ലോസിംഗ് നടക്കുന്നത്. അത്രയും ഒരു കൺസ്ട്രക്ഷൻ സ്റ്റേജ് സമയമെടുക്കും പണി തീരാൻ വേണ്ടി. അതുപോലെ നമുക്ക് ക്ലോസിംഗ് ഡേറ്റ് ഒക്കെ അവർ നേരത്തെ പറയും, ഇന്ന സമയത്ത് ഞങ്ങൾ പ്രൊജക്ട് തീർക്കും എന്നുള്ള രീതിയിൽ പറയാറുണ്ട് ബിൽഡേഴ്സ്. ഈ ഒരു പ്രീ കൺസ്ട്രക്ഷൻ്റെ അഡ്വാൻറ്റേജ് ബയേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അവർക്ക് കുറച്ച് എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു കൺസ്ട്രക്ഷൻ പീരീഡിൽ. അതുപോലെ സ്റ്റേജസ് ആയിട്ടാണ് പൈസ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു കൺസ്ട്രക്ഷൻ്റെ പ്രോഗ്രസ് അനുസരിച്ചിട്ട് എമൗണ്ട് പ്ലാൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു അപ്രിസിയേഷൻ, ഈ ഒരു കൺസ്ട്രക്ഷൻ തീരുമ്പോഴത്തേക്ക് നമുക്കൊരു വാല്യൂ അപ്രിസിയേഷൻ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ നമുക്ക് മോഡേൺ ലേഔട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ലയൻസ് എല്ലാം നമുക്ക് ഈ ഒരു പുതിയ ബ്രാൻഡ് ന്യൂ വീട് നമ്മൾ പ്രീ കൺസ്ട്രക്ഷനിൽ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട് നടക്കുന്നത് ചിലപ്പം ബിൽഡർ അവരുടെ പ്രൊജക്ട് കൺസ്ട്രക്ഷൻ ടൈം ഡിലേ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ക്ലോസ് ചെയ്ത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാല്യൂ അപ്രിസിയേഷൻ പ്രതീക്ഷിക്കുന്ന സാധനത്ത് ചിലപ്പം വാല്യൂ കുറഞ്ഞു വരാം. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്ക് ബാങ്ക് അപ്രൈസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന മോർഗേജ് ചിലപ്പം ആ സമയത്ത് നമുക്ക് ബാങ്ക് തന്നെന്നുണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കൂടുതൽ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യം ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാനഡയിൽ ഒരു പ്രീ കൺസ്ട്രക്ഷൻ നോക്കുന്ന ആളാണെങ്കിൽ DM New Home. ഹാവ് എ ഗുഡ് ഡേ.